ഞാനിന്നൊരു ടൊമാറ്റോ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനല്ല അച്ചാറിടുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ നിങ്ങളത് വാച്ച് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് താഴെ കമന്റ് ചെയ്തേക്കണം. അപ്പൊ ഞങ്ങൾ തുടങ്ങാൻ പോവാണേ. ഓക്കെ. 1 കിലോ തക്കാളി. 1 കിലോ തക്കാളി ആണെങ്കിൽ 100 ഗ്രാം പുളി വേണം. പുളി ഒന്ന് എടുത്ത് കാണിച്ചേ. ഓക്കെ, 100 ഗ്രാം. 1 കിലോ തക്കാളിക്ക് 100 ഗ്രാം പുളി. പിന്നെ വേണ്ട പൊടി സാധനം എന്ന് പറയുന്നത് മുളക് പൊടി. ഓക്കെ, ഒന്ന് ലിഫ്റ്റ് ചെയ്തേ. മുളക് പൊടി ഓക്കെ വേണം. അതുപോലെ തന്നെ കല്ലുപ്പ്, പിന്നെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത്. എന്ന് വെച്ചാൽ 2 സ്പൂൺ കടുക് വറുത്തതും 1 സ്പൂൺ ഉലുവയാണ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുക. പിന്നെ ഒരു 3 കുടം വെളുത്തുള്ളി സ്കിന്നോടുകൂടി ചതച്ച് വെച്ചിരിക്കുക. പിന്നെ കായം വേണം, നല്ലെണ്ണ വേണം, പിന്നെ കറിവേപ്പില വേണം, താളിക്കാനായിട്ട് വറ്റൽമുളക് 4 എണ്ണം കീറിയിട്ടുണ്ട്. മെയിനായിട്ടൊരു കുക്കറും വേണം. ഓക്കെ. നമ്മളൊരു നല്ല വെള്ളമയം ഇല്ലാത്തൊരു കുക്കർ വേണേൽ വെക്കാൻ. ഇതിപ്പോൾ ആ തക്കാളിയുടെ ഒരു വെള്ളം നല്ല ഉണങ്ങിയ ഒരു ഇതിൽ കുറച്ചാദ്യം ഒരു സ്പൂൺ ഓയിൽ, ഒരു 2 സ്പൂൺ ഓയിൽ. ഓക്കെ, 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് തക്കാളി കൊടുക്കും. ഈ തക്കാളി അതിന് കഴുകിയിട്ട് ഉണങ്ങുക അങ്ങനെ സംഭവമില്ലേ? കഴുകി ഒട്ടും വെള്ളമയം ഇല്ലാതെ തുടച്ചെടുത്തിട്ട് വേണം അരിഞ്ഞതായത്. ഒരു തക്കാളി 4 അരിയുക അല്ലേ? ഇത്ര ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം എങ്ങനെ അരിഞ്ഞാലും കുക്കറിൽ വെന്തിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാമല്ലോ. പുളിയുടെ അളവൊന്ന് പേസ്റ്റൊക്കെ എടുത്ത് 100 ഗ്രാം പുളി. ഓക്കെ, 1 കിലോ തക്കാളിക്ക് 100 ഗ്രാം പുളി. പുളിയും തക്കാളിയും കുക്കറിലിട്ട് കുക്കർ അടച്ച് അതിനകത്ത് വെള്ളം ഒന്നും ചേർക്കണ്ട. തക്കാളിയിൽ നിന്ന് വെള്ളം വന്നോളും. നന്നായിട്ട് വേവുക. ഒരു 3 വിസിലോളം വേവിക്കുക. അപ്പം നമ്മൾ കുക്കർ 4 വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് കുക്കർ തുറന്ന് നോക്കിയപ്പം നമ്മുടെ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പം നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കല്ലുപ്പ്. നമുക്കൊരു കല്ലുപ്പൊരു ഉണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഈ കുറച്ച് വെള്ളം അങ്ങ് വറ്റിക്കാം. ഏകദേശം അത് വറ്റിയിട്ടുണ്ട്, വെള്ളം ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കണം നന്നായിട്ട്, കാരണം മിക്സിയിൽ അടിക്കണ്ടേ. അപ്പോൾ തണുത്ത ശേഷം മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു പൊടി സീക്രട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനൊരു 2 സ്പൂണ് ശർക്കരയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അത് തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരിക. ഒരു കാരണവശാലും ചൂടോടെ അടിക്കലും. അതുപോലെ വലിയ ജാറിൽ ഇട്ട് വേണം അടിക്കാൻ. ഹാഫ് വെച്ചിട്ട് അടിച്ചെടുക്കണം. കാരണം ഇത്തിരി ചൂടെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോട്ട് തെറിച്ച് വീഴും. അപ്പോൾ അത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. അരച്ചുകൊണ്ട് വന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2 ടേബിൾ സ്പൂൺ കടുകും 1 സ്പൂണ് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 7 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടിയും കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് താളിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാത്രം വെച്ച് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ മൊത്തം 200 ഗ്രാം എണ്ണയാണ് വാങ്ങിച്ചത് കേട്ടോ. 200 ഗ്രാം എണ്ണയാണ് ഞാനിപ്പോൾ ഇത് 1 കിലോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായപ്പോൾ നമുക്ക് ഒരു കടുക് 1.5 സ്പൂൺ ഇട്ട് 4 വറ്റൽമുളക്, അത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്. ഇനി നമുക്ക് കറിവേപ്പില. വേപ്പിലയുടെ വെള്ളമൊക്കെ പോകണം അല്ലേ? വെള്ളമായി ഒന്നും വേണ്ട. കഴുകിയതാണെങ്കിൽ നന്നായിട്ട് ഒരു ടിഷ്യൂലിട്ട് തുടച്ചിട്ട് എല്ലാം കളഞ്ഞു. ഇനി ഇത് വെളുത്തുള്ളിയുടെ കളർ ചേഞ്ച് വരെയാണ്. ഒരു ചുവന്ന കളറായില്ല. ഞാൻ കറിവേപ്പിലയും കൊടുന്നു. നമുക്ക് കായപ്പൊടി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി അധികം നേരം വെക്കണം വേണ്ട. നമുക്കിനി അത് ഓഫ് ചെയ്തിട്ട്
ചൂടോടെ. കാരണം നമ്മുടെ മുളക് പൊടിയൊക്കെ പച്ചയല്ലേ നമ്മൾ ചേർത്തത്, അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറാനായിട്ടാണ് ചൂടോടെ. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് കൂടുതൽ എണ്ണ ഉണ്ടെന്ന്. ഇല്ല, ഇനി ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ പാകമായിക്കോളും കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് മാറ്റി വെക്കണം. ഇത് ഒരു 6 മാസം വരെ കേടാകാതിരിക്കുന്ന സാധനം. കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളമയമുള്ള സ്പൂൺ ഇട്ട് ഇളക്കാതിരുന്നാൽ മതി. പിന്നെ കഴിവതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം പുറത്തെടുത്ത് ചെറിയൊരു ജാറിലാക്കി പുറത്ത് വെച്ചിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ ഇത് കേടാകാതിരിക്കും. ഇഡ്ഡലിയിലൂടെ ദോശയിലൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ടൊമാറ്റോ പിക്കിൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.